ഗാസയുമായി ബന്ധപ്പെട്ട് പുതിയൊരു അപ്ഡേഷൻ വരികയാണ്. അഥവാ ഫ്ലോട്ടില യാത്രയുടെ ഭാഗമായുള്ള മുഴുവൻ യാത്രികരെയും ഇസ്രയേൽ അറസ്റ്റ് ചെയ്ത് ഗാസയുടെ 90 കിലോമീറ്റർ അകലെ വെച്ച് അറസ്റ്റ് ചെയ്ത് അവരെ ഇസ്രയേലിലേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് അവിടുത്തെ കോടതി നടപടിയുടെ ഭാഗമായി അവരെ ഒരു തുറസായ ഒരു സ്ഥലത്ത് പാർപ്പിച്ചിരിക്കുകയാണ്. പാർപ്പിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ആ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് പോലെ ഒരു തുറസായ ഒരു സ്ഥലത്ത് ബാരിക്കേഡുകൾ വെച്ച് നിലത്ത് അവർ ഒന്നിച്ചിരിക്കുന്നുണ്ട്. ഏകദേശം 100-400ഓളം ആളുകൾ അവിടെ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. അത്രത്തോളം ആളുകൾ അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഫ്ലോട്ടില യാത്രികർ കൂട്ടത്തോടെ ഒരു ഹാളിലോ അതല്ലെങ്കിൽ ഒരു നിരത്തോ ഒക്കെ ഇരിക്കുന്നത് നമുക്ക് പുറത്തു വന്ന ഒരു ദൃശ്യത്തിൽ നിന്ന് നമുക്ക് കാണാം. ഈ പുറത്തു വന്ന ദൃശ്യം വളരെ പെട്ടെന്ന് തന്നെ ഇസ്രയേൽ സൈറ്റുകൾ അഥവാ ഇസ്രയേലിൻ്റെ ഒരു പ്രാദേശിക ചാനലാണ് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. അത് ആ ചാനലിൽ നിന്ന് അവർ വളരെ വേഗം തന്നെ നീക്കം ചെയ്തു. എന്നാൽ ഇസ്രയേലിൻ്റെ ഓരോ നീക്കവും ഇണചുമ്മാതെ നോക്കിക്കൊണ്ടിരിക്കുന്ന ലോകം അത് ക്യാപ്ചർ ചെയ്തെടുത്തു. അത്തരത്തിലുള്ളൊരു ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ ഇരുത്തിയിരിക്കുന്ന ഫ്ലോട്ടില യാത്രികരുടെ ചുറ്റും പോലീസും ആർമിയും ഉദ്യോഗസ്ഥരും ഒക്കെയുണ്ട്. അവർക്കിടയിലേക്ക് ഇസ്രയേലിൻ്റെ ദേശീയ സുരക്ഷാ മന്ത്രിയായിട്ടുള്ള ഇറ്റാമർ ബെൻഗ്വിർ കടന്നു വരികയാണ്. ഫ്ലോട്ടില യാത്രികരെ കണ്ട ഉടൻ ഭീകരവാദികൾ എന്നാണ് ഫ്ലോട്ടില യാത്രികരെ ഈ ഇസ്രയേലിൻ്റെ ഒരു ക്യാബിനറ്റ് മന്ത്രിയായിട്ടുള്ള ഇറ്റാമർ ബെൻഗ്വിർ വിളിച്ച് അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഫ്ലോട്ടില യാത്രികർ ഫലസ്തീനെ മോചിപ്പിക്കൂ എന്ന മുദ്രാവാക്യം ഉച്ചത്തിൽ മുഴക്കിക്കൊണ്ട് ബെൻഗ്വിറിന് ശക്തമായ മറുപടിയും നൽകുന്നുണ്ട്. തുടർന്ന് മന്ത്രിയുടെ ആക്രോശമാണ് അവിടെ നടക്കുന്നത്. പിന്നാലെ ഉദ്യോഗസ്ഥർ മന്ത്രിയെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റുന്നുണ്ട്. അവിടെ നിന്നും മന്ത്രി വീണ്ടും ശബ്ദമുയർത്തുകയും ഹിബ്രു ഭാഷയിൽ എന്തൊക്കെയോ വിളിച്ചു പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ വിവരങ്ങൾ അറബ് ഇസ്രായേൽ മാധ്യമങ്ങളൊക്കെ പുറത്തു വിടേണ്ടതുണ്ട്. അവർ അതൊക്കെ ശേഖരിക്കുന്നതേ ഉള്ളൂ എന്നാണ് ഈ അവസരത്തിൽ മനസ്സിലാക്കുന്നത്. ഇസ്രയേലിലെ പ്രാദേശിക മാധ്യമം തന്നെയാണ് ഈ ദൃശ്യം പുറത്തുവിട്ടത്. പിന്നാലെ യാത്രികർ ഫ്രീ ഫലസ്തീൻ എന്ന മുദ്രാവാക്യം വിളിക്കുന്നത് ദൃശ്യത്തിൽ വന്നതുകൊണ്ട് തന്നെ ആ ദൃശ്യം അതും ഇസ്രയേലിൻ്റെ ഒരു ക്യാബിനറ്റ് മന്ത്രിക്കെതിരെ വിളിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഇസ്രയേൽ അത് വളരെ പെട്ടെന്ന് തന്നെ ആ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഈ ദൃശ്യം നീക്കം ചെയ്തു. ഏതായാലും മന്ത്രി തീവ്രവാദികൾ എന്ന് വിളിച്ചത് 2 യൂറോപ്യൻ യൂണിയൻ MP-മാർ, ലോകമറിയുന്ന എഴുത്തുകാർ, ചിന്തകർ, ആക്ടിവിസ്റ്റുകൾ, സിനിമാ പ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ, മാധ്യമ പ്രവർത്തകർ, സയൻറ്റിസ്റ്റുകൾ, അധ്യാപകർ തുടങ്ങിയവരെ എല്ലാമാണ്. അതുകൊണ്ട് തന്നെ ഈ നിലപാട് ഇസ്രയേലിന് കൂടുതൽ തിരിച്ചടിയാവാനേ ഉപകരിക്കുകയുള്ളൂ. ഒരു ഫ്ലോട്ടില ബോട്ട് ഒഴികെ മറ്റെല്ലാം ഇസ്രയേലിൻ്റെ കസ്റ്റഡിയിലാണ്. ഇപ്പോൾ പിടിച്ചുവെച്ച യാത്രികരെ ജയിലിൽ പാർപ്പിച്ച ശേഷം ഡീപ്പോർട്ട് ചെയ്യുകയാകും ഇസ്രയേൽ ചെയ്യുക. അതേസമയം ഗാസയോടടുത്തുകൊണ്ടിരിക്കുന്ന 6 അംഗ സംഘം ഉൾപ്പെട്ട ഇതേ സംഘത്തിലുണ്ടായിരുന്ന മറ്റൊരു ബോട്ട് ഗസയെ ലക്ഷ്യമാക്കി കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രക്കിടയിൽ ഇവരുടെ ബോട്ട് തകരാറുകൾ സംഭവിക്കുകയും ഇവരുടെ പിന്നാലെ ഒന്നിച്ചെത്തുന്നതിൽ ചില സാങ്കേതിക തടസ്സങ്ങൾ വന്നതുകൊണ്ടും അവർ പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്ത് ഇസ്രയേൽ കൊണ്ടുപോയിട്ടുണ്ട്. ഇസ്രയേലിൻ്റെ സൈന്യത്തിൻ്റെ ഒരു ഭീകരത ആ രാത്രിയിൽ അവർ അനുഭവിച്ചിട്ടുണ്ട് എന്നറിഞ്ഞിട്ടും ഈ 6 അംഗ സംഘം പിന്തിരിഞ്ഞു പോകാൻ തയ്യാറായില്ല എന്നത് ഇവരുടെ നിശ്ചയദാർഢ്യവും ചങ്കൂറ്റവും എത്രത്തോളമാണ് എന്ന് നമ്മളെയൊക്കെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. ഇവരെയും ഇസ്രയേലിൻ്റെ സമുദ്രാതിർത്തി ലംഘിച്ചു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യുമെന്നാണ് ഇസ്രയേൽ അറിയിച്ചിരിക്കുന്നത്. അഥവാ ഗസയുടെ 85 കിലോമീറ്റർ അകലെ വെച്ചായിരിക്കും ഇവരുടെ അറസ്റ്റ് ഉണ്ടാവുക. എന്നാൽ മറ്റൊരു വലിയ സംഘവും ഗസയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ഒരു ഗ്ലോബൽ സീ ഫൈറ്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഒരു വലിയ പ്രക്ഷോഭം നടക്കുന്നത്, ലോകത്തിൻ്റെ ഒരു വലിയ വിപ്ലവം നടക്കുന്നത് കടലിലാണ് എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയും. ഈ ഒരു സംഘത്തെ അറസ്റ്റ് ചെയ്തതിന് ശേഷം തുർക്കിയിൽ നിന്ന് 45 ബോട്ടുകളിലായി ഒരു സംഘം കൂടി പുറപ്പെടുകയാണ്. അവർ പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ സംഘത്തിൻ്റെ ഭാഗമല്ലാത്ത മറ്റൊരു 11 ബോട്ടുകളുള്ള ഒരു സംഘവും യാത്ര തിരിച്ചത് അറബ് ന്യൂസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ ഒരു വലിയ റവല്യൂഷൻ നടക്കുന്നത് കടലിലാണ്. ഇത് കടലിൽ മാത്രം നിൽക്കുന്നില്ല. ഈ ഫ്ലോട്ടില യാത്രികരെ ഗ്രേറ്റ തുൻബർഗ് അടക്കമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് യൂറോപ്പും ലോകവും ഒന്നാകെ കത്തുകയാണ്. യൂറോപ്പ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വികാരം ഫലസ്തീന് വേണ്ടി രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്രയേൽ അവരുടെ അവസാനത്തിൻ്റെ ആളിക്കത്തൽ അവർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും അവർക്കിടയിലേക്ക് വളരെ വലിയ അക്രമങ്ങളും ഇസ്രയേൽ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്.
ഓരോ സമയവും ഫ്ലോട്ടില യാത്രികരോടുള്ള പ്രതികാരം എന്നോണം ഗസയിലെ മനുഷ്യരോടും ഇസ്രയേൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന വേദനാജനകമായ വാർത്തയും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. Waytonikah.com, the exclusive Muslim matrimonial site.